ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഐസ് സ്റ്റിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കാറില്ല. മോൻ വന്നപ്പോൾ അവനും കൂടി വേണ്ടി ഉണ്ടാക്കി. അവൻ്റെ പേര് പറഞ്ഞ് എനിക്കും കൂടി കഴിക്കാമല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയതാണ്. ഇത് തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐസ് സ്റ്റിക്കാണ്. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ എടുത്ത് അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ പകുതി എടുത്തു. അതിൻ്റെ മുകളിലത്തെ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞു. കട്ട് ചെയ്ത തേങ്ങയെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലിട്ട് 2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഒരുവിധം നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ അരച്ച കൂട്ട് അതിലൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒരുവിധം കുക്കായി വരുമ്പോഴേക്കും 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടെ സ്വീറ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇപ്പം ഞാൻ ഇട്ടത്. ഷുഗർ ഫ്രീ ആണ് ഞാൻ ഇട്ടത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ഇതിന് ഒഴിക്കാം. ഞങ്ങൾക്ക് പഞ്ചസാര പാടില്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ആക്കിയെന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പരുവത്തിൽ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ചൂട് മാറുകയും വേണം. ഒരു തേങ്ങയിൽ ഞാൻ നേരത്തെ പകുതി തേങ്ങയാണ് പാല് പിഴിയാനായിട്ട് എടുത്തത്. അതിൻ്റെ പകുതി ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ മാറ്റി വെച്ചിരുന്ന തേങ്ങയാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 2 ഡ്രോപ്പ് കോക്കനട്ട് എസൻസ് കൂടി ഒഴിച്ചു. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബായ്.